ഹായ് ഹലോ ഫ്രണ്ട്സ്, അരുണാണേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിനെ കുറിച്ച് പരിചയപ്പെടുത്താനും അതിനെക്കുറിച്ചൊന്ന് പറയാനുമാണ്. അത് പറയാൻ കാര്യം, എൻ്റെ വൈഫിന് ചെറിയൊരു അസുഖമായിട്ട് പല ഹോസ്പിറ്റലുകളിലും ആയുർവേദവും അലോപ്പതിയും ഒക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടും ഒരു മാറ്റവും വന്നില്ല. അപ്പോൾ അസുഖം എന്താണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആണ് ഈ അഞ്ചലുള്ള ഈ ഹോമിയോപ്പതി ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നതും അവരുടെ ഡോക്ടർ അമൃത ഡോക്ടറിനെ കുറിച്ച് അറിയുന്നതും ഡോക്ടറിൻ്റെ പരസ്യം ഫേസ്ബുക്കിൽ കാണാനിടയായതും അങ്ങനെ എൻ്റെ വൈഫ് അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു അസുഖം വന്നു, പക്ഷേ അത് പല രീതിയിൽ നോക്കിയിട്ട് മാറിയില്ല. പക്ഷേ ഇപ്പോൾ നന്നായിട്ടത് മാറുകയും വളരെ പൂർണ്ണമായിട്ടും അസുഖം മാറി. അപ്പോൾ അതെന്താണെന്നൊക്കെ എൻ്റെ വൈഫ് പറയും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, എൻ്റെ പേര് റീമ. ഞാൻ അഞ്ചൽ സ്വദേശിയാണ്. അപ്പോൾ എനിക്ക് ഈ ആസിഡ് റിഫ്ലക്ഷൻ, അതായത് പേര് പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിയാക്ഷൻ എന്നൊരു അസുഖമാണ്. അപ്പോൾ അത് ഇപ്പോൾ 3 മാസമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും അത് കുറയാഞ്ഞിട്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ ഡോക്ടർ അമൃത ഹോമിയോപ്പതി ക്ലിനിക്, അഞ്ചൽ SBIയുടെ ഓപ്പോസിറ്റ് കുന്നംകുളം സ്റ്റോഴ്സിൻ്റെ മുകളിലായിട്ട് ഡോക്ടർ അമൃത മാഡത്തിൻ്റെ ഫേസ്ബുക്കിൽ പിന്നെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ മരുന്ന് പരീക്ഷിക്കാൻ അവിടെ പോയത്. ഇപ്പോൾ 1.5 മാസം 3 സിറ്റിംഗ് മരുന്നെടുത്തു. അപ്പോൾ എനിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും അസുഖമില്ല. അതായത് ഇത് GRD അറിയുന്നവർക്കറിയാം. GRDയുടെ സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ വയറിലുള്ള ഗ്യാസ് മുകളിലോട്ട് വന്നിട്ട് തൊണ്ടയിൽ വന്നിട്ട് എന്തോ കുരുങ്ങി കിടപ്പാണ്. അപ്പം ഇത് നമ്മുടെ അണ്ണാക്കിലൊരു എന്തോ ഒട്ടിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു 3 മാസത്തോളം തലയണ പുറയിൽ വെച്ചിട്ട് ചാരി ഇരുന്നാണ് ഉറങ്ങിയിട്ടുള്ളത്. അവന് പിന്നെ ഉറങ്ങിപ്പോവും, അല്ലാതെ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് എനിക്കിപ്പോൾ അസുഖം പൂർണ്ണമായി ഭേദമായി. അവിടെ ഈ അസുഖത്തിന് മാത്രമല്ല, പലവിധ അസുഖങ്ങൾക്ക് പലരും വന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ക്യാൻസറിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വന്ന ഒരാൾ വരെയും ഈ മാഡത്തിൻ്റെ മരുന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടു. ഈ അസുഖം വന്നത് പലതാണ് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ഡെയിലി രാവിലെ ഉള്ള റൊട്ടീൻ മാറിയിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാതെ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ, നൈറ്റ് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചുണ്ടായ ഒരു അസുഖമാണ്. അതായത് ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ അസുഖം വന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത 3 മാസത്തോളം ഞാൻ ഉറങ്ങിയത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ അസുഖം ഇത് ഇങ്ങനെയുള്ള പലവരെയും ഇപ്പോൾ ഇവിടെ മാഡത്തെ പരിചയപ്പെട്ട് മാഡമായിട്ട് സംസാരിച്ചപ്പം ഈ പല ആൾക്കാരും, അഞ്ചലിൽ തന്നെയുള്ള പല ആൾക്കാരും ഈ അസുഖമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് പൂർണ്ണമായി ഭേദമായി. ഞാൻ 3 മാസം ഇംഗ്ലീഷ് മരുന്ന് എടുത്തെങ്കിലും എനിക്കത് മാറിയില്ല. പക്ഷേ ഇവിടുത്തെ 3 സിറ്റിംഗ് മരുന്നോടുകൂടി, അതും വളരെ കുറഞ്ഞ എമൗണ്ട് ചിലവായിട്ടുള്ളൂ, ആ 3 സിറ്റിംഗ് മരുന്നോടുകൂടി എനിക്ക് പൂർണ്ണമായി ഭേദമായി. ഒരുപാട് നന്ദി അറിയിക്കുന്നു ഡോക്ടർ അമൃതയോട്. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇംഗ്ലീഷ് മരുന്നിൽ എന്തെങ്കിലും കുറയാതെ മെഡിസിൻ എടുത്തിട്ട് മാറാതെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവിടെ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അതായത് SBIയുടെ ഓപ്പോസിറ്റ് കുന്നംകുളം സ്റ്റോഴ്സിൻ്റെ മുകളിലാണ് മാഡത്തിൻ്റെ റൂമുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം സുഹൃത്തുക്കളെ. ബൈ.